ഹരി ഓം. ദശകം 44, ശ്ലോകം 5. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥേദൃശി കൃഷ്ണനാമദേവതനോത്. പദച്ഛേദം നോക്കാം. കൃഷിധാതുണകാരാഭ്യാം, കൃഷി ധാതു ണകാരാഭ്യാം, കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത്. സത്താനന്ദാത്മതാം, സത്താ ആനന്ദ ആത്മതാം കില അഭിലപത്, കിലാഭിലപത്. സത്താ ആനന്ദ ആത്മതാം കില അഭിലപത്. ജഗത് അഘ, ജഗദഘ കർഷിത്വം വാ, ജഗദഘ കർഷിത്വം വാ കഥേദൃശി, കഥയത് ഋഷി, കഥയത് ഋഷി, കഥയദൃശി കൃഷ്ണനാമ തേ വദനോത്. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥേദൃശി കൃഷ്ണനാമദേവതനോത്. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം: കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം അഭിലപത് കില ജഗദഘകർഷിത്വം കഥയത് വാ കൃഷ്ണനാമ ഋഷി തേ വദനോത്. കൃഷിധാതുണകാരാഭ്യാം, കൃഷ് എന്ന ധാതു കൊണ്ടും നകാരം കൊണ്ടും സത്താനന്ദാത്മതാം അഭിലപത് കില, സത്താ ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ ജഗദഘകർഷിത്വം കഥയത് വാ. ജഗത് എന്ന് പറഞ്ഞാൽ ലോകം. ജഗത് അഘകർഷിത്വം, ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ ജഗദഘ കർഷിത്വം കഥയത് വാ, ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ കൃഷ്ണനാമ ഋഷി തേ വദനോത്. കൃഷ്ണൻ എന്ന പേര് മഹർഷി നിന്തിരുവടിക്ക് നൽകി. അപ്പോൾ ആ ഗർഗമഹർഷി അങ്ങേക്ക് കൃഷ് ധാതുവും നകാരവും ചേർന്ന കൃഷ്ണ എന്ന പേര് ഇട്ടു. സനാതന ആ ബ്രഹ്മമെന്നും സച്ചിദാനന്ദ സ്വരൂപമെന്നും സർവജഗത് പാപഹരനെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. ഭാഗവതത്തിൽ ഗർഗമുനി പറയുന്നത് ഇങ്ങനെയാണ്: യുഗം തോറും ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കുന്ന ഈ പുത്രന് വെളുപ്പ്, തുടുപ്പ്, മഞ്ഞ എന്നീ 3 നിറങ്ങളാണുള്ളത്. അപ്പം ഇപ്പോഴാകട്ടെ ആ 3-ൽ നിന്നും ആ വേറിട്ടതായിട്ടുള്ള കൃഷ്ണവർണ്ണത്തെ എടുത്തിരിക്കുന്നു. അതിനാൽ ഇവന് കൃഷ്ണൻ എന്ന നാമം ഭവിക്കുന്നു എന്ന് സാരം. ഇപ്പോൾ ഗർഗമുനി പറഞ്ഞതിൻ്റെ ആ ശരിയായിട്ടുള്ള ആന്തരാർത്ഥം എന്തെന്ന് വെച്ചാൽ, ഇവൻ ഓരോ യുഗത്തിലും ശുക്ലാദി നിറമുള്ള ഓരോരോ രൂപത്തെ ധരിക്കുന്ന മഹാവിഷ്ണുവാണ്. നമ്മൾ വീട്ടിൽ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം അങ്ങനെ. അപ്പോൾ ഈ അവതാരമോ ആ നിറങ്ങളെല്ലാം കൂടിക്കലർന്ന ആ കറുത്ത നിറത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വക അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങളാണ്, എന്നാൽ ഇതോ പൂർണ്ണാവതാരമാണ്. അപ്പം അതുകൊണ്ട് ആ എല്ലാ നിറങ്ങളുടെയും ആ സമ്മേളനാത്മകമായിരിക്കുന്ന ഈ കൃഷ്ണവർണ്ണത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നതിനാൽ സകല അംശങ്ങളെയും ഇതിൽ ആകർഷിച്ചിരിക്കുന്നതിനാലും കൃഷ്ണൻ എന്ന നാമം ചേർച്ചയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രണവത്തിൽ സകല വേദങ്ങളും അടങ്ങിയിരിക്കുന്നത് പോലെ കൃഷ്ണാവതാരത്തിൽ മറ്റ് സകല അവതാരങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളെയും ഒരിക്കൽ കീർത്തനം ചെയ്യുന്നതിനാലുള്ള ആ മഹത്തായ ഫലം കൃഷ്ണനാമജപം കൊണ്ട് സിദ്ധിക്കും എന്നാണ്. അപ്പോൾ ഈ പരിപൂർണ ആനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന നാമം നിൻ്റെ ഈ പുത്രനിരിക്കട്ടെ എന്നാണ്
ഗർഗമഹർഷി പറഞ്ഞതിൻ്റെ ആ അന്തരാർത്ഥം. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലഭത് ജഗദഘകർഷിത്വം വാ കഥൈ ഋഷി കൃഷ്ണനാമദേവതനോദ.